പുതിയ കാലത്തിനനുസൃതമായുള്ള തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നാഗലശ്ശേരി ഗവൺമെന്റ് ITI ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃത്താല വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ക്ലാസുകൾ ആരംഭിച്ചത്. തൃത്താലയ്ക്ക് ഒരു ഗവൺമെന്റ് ITI വേണമെന്ന ചിരകാല ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. മണ്ഡലത്തിലെ ചാലുശ്ശേരി പഞ്ചായത്തിലാണ് ITI ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ITIയുടെ ക്ലാസുകൾക്ക് തുടക്കമാകുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ITIയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ കാലത്തിന് അനുസൃതമായുള്ള തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ആരംഭിക്കും, ബാക്കി തൊട്ടു പിന്നാലെ ആരംഭിക്കും. അപ്പൊ അങ്ങനെയാണ് 4 കോഴ്സുകളിൽ 3 ആധുനികമായിട്ടുള്ള കോഴ്സുകളാണ്. പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നൈപുണ്യ വികസനത്തിലൂടെ മാത്രമേ പുതിയ തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയൂ. ഇപ്പൊ വൻകിട പദ്ധതികൾ കേരളത്തിൽ വരികയാണ്. വൻകിട പദ്ധതികൾ, വിഴിഞ്ഞം വൻകിട പദ്ധതി യാഥാർത്ഥ്യമായി. അതും ഈ പറഞ്ഞതുപോലെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിട്ടുള്ള വിഴിഞ്ഞത്തിന്റെ പദ്ധതി നമുക്ക് അതിവേഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അത് തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ മുഖച്ഛായ മാറ്റാൻ പോകുന്നതാണ്. അത് വരുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ വരും. ആ തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നൈപുണ്യമുള്ള, സ്കിൽഡായിട്ടുള്ള ഒരു തൊഴിൽ ശക്തി നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. സാധാരണ കോഴ്സുകൾ പഠിച്ചിറങ്ങിയവർ മാത്രം പോരാ. ഈ തൊഴിലവസരങ്ങൾക്ക് പറ്റിയ ഒരു തൊഴിൽ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിനുള്ള വൈദഗ്ധ്യം ലഭ്യമാക്കണം. അതുകൂടി കണക്കിലെടുത്താണ് പുതിയ 4 ITIകൾ പെട്ടെന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. നൈപുണ്യ വികസനത്തിലൂടെ മാത്രമേ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനാവുകയുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിംഗ് എന്നീ 4 കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഡ്രാഫ്റ്റ്മാൻ, സിവിലും ഇൻഫർമേഷൻ ടെക്നോളജിയും തുടക്കത്തിൽ ആരംഭിക്കും. ഓരോ കോഴ്സിലും 24 കുട്ടികൾ വീതം 48 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, K. മുഹമ്മദ്, T. സുഹറ, P. ബാലൻ, വിജേഷ് കുട്ടൻ, PK ജയ, വ്യവസായ വികസന വകുപ്പ് കണ്ണൂർ മേഖല ജോയിന്റ് ഡയറക്ടർ P. വാസുദേവൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ്, തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.